വയനാട് ജില്ലാ പഞ്ചായത്ത് വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥി ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിക്കുമെന്ന് പറയുകയാണ് DCC പ്രസിഡന്റ് TJ ഐസക്കും T സിദ്ദിഖ് MLA യും. 2 മണിക്ക് ജഷീർ തന്നെ തീരുമാനം പ്രഖ്യാപിക്കും. കമലുണ്ട്. കമൽ ശ്രദ്ധിക്കപ്പെട്ടൊരു യുവ നേതാവാണ്. അദ്ദേഹം അവിടെ വിമത സ്ഥാനാർത്ഥിയായി വരുന്നു. പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള വലിയ ഇടപെടലുകൾ അത് ഫലം കണ്ടു എന്നതാണോ? രതീഷ്, പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലുകൾ ഫലം കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം സംസ്ഥാന തലത്തിൽ തന്നെ ജഷീറിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയായിരുന്നു. ഉന്നത കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ DCCയെ ബന്ധപ്പെട്ടു. എന്തായാലും അല്പസമയം മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ജഷീറുമായി ചർച്ച നടത്തി. പുറത്തിറങ്ങിയ ജഷീർ 2 മണിക്ക് തീരുമാനം പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത്. പിൻവലിക്കും എന്ന DCC പ്രസിഡന്റും T സിദ്ദിഖ് MLA യും പറയുകയും ചെയ്തു. ജഷീർ ഉയർത്തിയൊരു പ്രശ്നം, ജഷീർ ആദ്യം യഥാർത്ഥത്തിൽ ചോദിച്ചത് ബ്ലോക്ക് സീറ്റാണ്. ചൂരൽമല ദുരന്ത മേഖലയിൽ നിന്നുള്ള ഒരു ബ്ലോക്ക് സീറ്റാണ്. ആ പ്രദേശത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് ജഷീർ. അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോഴാണ് തോമാട്ടുചാൽ സീറ്റ് ചോദിച്ചതെന്ന് ജഷീർ പറയുന്നു. പിന്നീട് അവിടെയും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ജഷീറിനെതിരായി സംസാരിക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ജഷീറിന് 2 തവണ സീറ്റ് നൽകി എന്നതാണ്. പക്ഷേ ജഷീർ പറയുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി 5 തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. അപ്പോഴാണ് തന്റെ കാര്യം 2 തവണ മത്സരിച്ചു എന്ന് പറയുന്നത്. എന്താണെങ്കിലും പ്രശ്ന പരിഹാരത്തിലേക്ക് തന്നെ നീങ്ങുന്നു. ജഷീർ പിൻവലിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ശരി, ഏതായാലും പത്രിക പിൻവലിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ജഷീർ പള്ളിവയൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഓഫീസിനകത്തുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളാണ്. പാർട്ടിയോട് കമ്മിറ്റഡ് ആണ് അദ്ദേഹം. പാർട്ടിക്കും അതുപോലെ യുവജന വിദ്യാർത്ഥി രംഗത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ഞങ്ങളൊരു വലിയ പോരാളി തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച ശേഷം 2 മണിക്ക് അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം അദ്ദേഹം തന്നെ അക്കാര്യത്തിൽ പറയും. ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് വളരെ ഹൃദ്യമായ രീതിയിലുള്ള ചർച്ച നടത്തി. ജഷീർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കോൺഗ്രസ് നേതൃത്വം എന്ന രീതിയിൽ അതിനെ വളരെ ഗൗരവത്തോടെയും വളരെ ഉൾക്കാഴ്ചയോടും കൂടി അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയാണ്. ജഷീർ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതായി പോകും എന്നുള്ളതായിരിക്കുന്ന ആശങ്ക ആർക്കും വേണ്ട. ജഷീർ ഭാവിയിലേക്കുള്ള കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ പ്രവർത്തകനാണ്, യുവജന നേതൃത്വമാണ്. അദ്ദേഹത്തെ മുന്നോട്ട് പോകാനുള്ളതായ എല്ലാ വഴികളും ഞങ്ങൾ ഉണ്ടാക്കും, തർക്കമില്ല.